ണ്ട് തീർച്ചയായിട്ടും ഒരു രക്ഷപ്പെടലിൻ്റെ വക്കിലാണെന്ന് പറയാം. വളരെ നാളുകളുണ്ട്, ഏകദേശം 10-11 വർഷം ഓൾമോസ്റ്റ് ഞാൻ പറയാം. കാരണം വൃശ്ചിക രാശിക്ക് ശനി ഭഗവാന്റെ ദോഷം, അതായത് ഏഴര ശനി, അത് ഞാൻ പറയുന്ന ഗോചരാവസ്ഥയിലുള്ള മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏഴര ശനി, അതിനുശേഷം പിന്നെ രാഹുകേതുക്കളുടെ പരിവർത്തനം, അത് കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത ശനിയുടെ ഒരു ചെറിയ ദോഷം, ഇങ്ങനെ പോയി ലാസ്റ്റ് 11 വർഷം കൊണ്ട് ഗുരു അഷ്ടമത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയായിരുന്നു വൃശ്ചിക രാശിക്ക്. ഓരോന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത്, ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത്, അങ്ങനെ. പ്രത്യേകിച്ച് ചന്ദ്രദശ അനുഭവിക്കുന്ന ഉള്ള വൃശ്ചിക രാശിക്കാരുണ്ടല്ലോ, അതായത് അവർ തീർച്ചയായിട്ടും വളരെ വളരെ ദോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇതിനുള്ളിൽ തന്നെ. ചന്ദ്രദശയിൽ എപ്പോഴും വൃശ്ചികരാശി വളരെ സൂക്ഷിക്കണം. കാരണം ചന്ദ്രൻ വളരെ നീചത്തിലാണ് വൃശ്ചികത്തിൽ. അപ്പോൾ ആ ദശാനാഥനും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ജ്യൂസ് വെളിയിലെടുക്കുന്ന സമയമാണെന്ന് വെച്ച് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ നല്ല രീതിയിൽ ഇപ്പോഴും വൃശ്ചികരാശിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവരെ ചില പ്രത്യേക ചന്ദ്രദശയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗണ്ഡാന്ത ദോഷങ്ങളോ അല്ലെങ്കിൽ പിന്നെ കാശി ജാതകമോ, അതല്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാദോഷങ്ങളോ, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഏതെങ്കിലും അവരുടെ ജാതകത്തിലുണ്ട്, അവരുടെ ചന്ദ്രൻ ദോഷ വരുന്നു എന്നൊക്കെ പറയുമ്പം വളരെ വളരെ കെയർഫുള്ളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതമേ വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറിപ്പോകും. പോകട്ടെ സുഹൃത്തുക്കളെ, നമുക്ക് ഇത്രയും നേരം നമുക്കിനി അതിൻ്റെ പരിഹാരങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പരിഹാരം എന്ന് പറഞ്ഞാൽ, ചൊവ്വയുടെ രാശി പെട്ടെന്ന് ദേഷ്യം വരുന്ന രാശി, പെട്ടെന്ന് തണുക്കുന്ന രാശി. ഓക്കെ, പക്ഷേ ആ ചൊവ്വയിലെ ആ ചൊവ്വയുടെ ആ സ്വഭാവത്തിൻ്റെ കൂടെ നമുക്ക് പിന്നെ വിശാഖത്തിൻ്റെ ലാസ്റ്റ് പാദം ഉണ്ടല്ലോ, അപ്പം ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു സൗമ്യതയും, അതായത് എന്താ പറയുന്നത്, ഒരു ഗജത്തിൻ്റെ സ്വഭാവം. ഒരു ആനയാണല്ലോ ഗുരു എന്ന് പറയുന്നതിൻ്റെ വാഹനം തന്നെ നമ്മൾ ആനയെന്ന് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആനയുടെ സ്വഭാവം, ആനയ്ക്ക് എന്തെല്ലാം സ്വഭാവമുണ്ട്, നല്ലതും ചീത്തയും, അതൊക്കെ വിശാഖ നക്ഷത്രത്തിന് ഏകദേശം ഉണ്ടാവും. അതുപോലെ ശനിയുടെ സ്വഭാവം, അനിഴ നക്ഷത്രത്തിൻ്റെ ശനിയുടെ സ്വഭാവം വളരെ ശനി എപ്പോഴും ഒരു ദോഷകാരിയായിട്ടുള്ള ഗ്രഹങ്ങളൊന്നുമല്ല. വളരെ 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 ആത്മാർത്ഥമായിട്ടും എന്താ പറയുന്നത്,